8ാം ക്ലാസ്സിലെ പ്രഷർ അഥവാ മർദ്ദം എന്ന് പറഞ്ഞ ചാപ്റ്റർ വെറും 15 മിനിറ്റ് കൊണ്ട് ഫുൾ ചാപ്റ്റർ നമ്മൾ ഇവിടെ പഠിക്കാൻ പോവാണ്. ഈ ചാപ്റ്റർ 15 മിനിറ്റിൽ പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഹോൾ മൈ പെൻ. ഓൾസോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ഇഷ്ടമായി എന്ന് കമന്റ് ചെയ്യാൻ മടിക്കണ്ട. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്റർ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ത്രസ്റ്റ് അഥവാ വ്യാപക മർദ്ദത്തിനെ പറ്റിയിട്ടാണ്. സംഭവം എന്താണ്? ഒന്നുമില്ല, നിങ്ങളൊരു സർഫസ് എടുത്തു, ആ സർഫസിൽ നിങ്ങളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. പക്ഷെ ഫോഴ്സ് നിങ്ങൾ കൊടുക്കുന്നത് ആ സർഫസുമായിട്ട് 90 ഡിഗ്രി ആംഗിളിൽ 90 ഡിഗ്രി ആംഗിളിലാണെങ്കിൽ ഈ ഫോഴ്സിനെ നമ്മളൊരു പ്രത്യേക പേരിൽ വിളിക്കും. ആ പേരാണ് സിംപ്ലി ത്രസ്റ്റ് അഥവാ വ്യാപക മർദ്ദം. പരീക്ഷയിൽ ചോദിക്കും വാട്ട് ഈസ് ത്രസ്റ്റ്. അപ്പോൾ എഴുതി വെക്കണം, ദ ഫോഴ്സ് ആക്ടിങ് നോർമലി എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ എന്നല്ല, 90 ഡിഗ്രി എന്നാണ്, അഥവാ പെർപെൻഡിക്കുലർ എന്നാണ് കേട്ടോ. അപ്പോൾ ദ ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ എ സർഫസ് ഇസ് കോൾഡ് ത്രസ്റ്റ്. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ വ്യാപക മർദ്ദം എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു ഫോഴ്സ് ഏതോ ഒരു ഫോഴ്സ് അല്ല, അതിനെ നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കും. പക്ഷെ ഇങ്ങനെ ആക്ട് ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ ആക്ട് ചെയ്താൽ 90 ഡിഗ്രി അല്ലാതെ ആക്ട് ചെയ്താൽ അത് ത്രസ്റ്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. എന്തിനാണ് നമ്മൾ ത്രസ്റ്റിനെ പറ്റി പഠിച്ചത്? കാരണം നമ്മൾ അടുത്ത് പഠിക്കാവുന്ന പ്രഷറിനെ പറ്റിയാണ്. എന്താ പ്രഷർ എന്ന് പറഞ്ഞാൽ? പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രഷർ ഇസ് ദി ഫോഴ്സ് ആക്ടിങ് നോർമലി 90 ഡിഗ്രി പെർ യൂണിറ്റ് ഏരിയ. ഇവിടെ പെർ യൂണിറ്റ് ഏരിയ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. എന്തോ ഫോഴ്സ് ആണോ? എല്ലാ ഫോഴ്സും ആണോ? അല്ല, ഫോഴ്സ് ആക്ടിങ് നോർമലി. ഫോഴ്സ് ആക്ടിങ് നോർമലി നമ്മൾ വിളിക്കുന്ന പേരല്ലേ ത്രസ്റ്റ്. അപ്പൊ നമുക്ക് പ്രഷറിനെ വേണേ പറയാം, പ്രഷർ എന്ന് പറഞ്ഞാൽ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ. അതുകൊണ്ട് തന്നെ പ്രഷറിന്റെ ഫോർമുല എന്താണ്? ഫോർമുല പ്രഷർ ഇസ് ഈക്വൽ ടു ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ ഏതോ ഫോഴ്സ് അല്ല, ഇങ്ങനെ ചെരിഞ്ഞ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒന്നും അല്ല എടുക്കേണ്ടത്. നിങ്ങൾ 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അഥവാ ത്രസ്റ്റ് ആണ് മുകളിൽ എടുക്കേണ്ടത്, താഴെ ആ സർഫസിന്റെ ഏരിയ ആണ് എടുക്കേണ്ടത്. അപ്പൊ ഈ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷ ചോദിക്കും. യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. സിമ്പിൾ ആണ്. ഈ പ്രഷറിന്റെ യൂണിറ്റ് നമുക്ക് പഠിക്കാണ്ട്, മുകളിൽ ഫോഴ്സ് ആണ്, ത്രസ്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എഫ് എന്ന് എഴുതുള്ളൂ കേട്ടോ. ഡിവൈഡ് ബൈ ഏരിയ. ഫോഴ്സിന്റെ ന്യൂട്ടൺ ആണ്, ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താണ് വരിക? പ്രഷറിന്റെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് മറ്റൊരു പേരാണ് പാസ്കൽ എന്ന്. അതിന്റെ ചിഹ്നം PA ആണ്. അപ്പൊ പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് SI യൂണിറ്റ് ഓഫ് പ്രഷർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം പാസ്കൽ ആണ്. ഇനി എങ്ങാനൊരു ഓപ്ഷൻ കണ്ട് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതും കറക്റ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിലോ ബോത്ത് ആർ കറക്റ്റ് എന്നുള്ള കാര്യം പറയാൻ മറക്കരുത്. പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പാസ്കൽ, രണ്ട് സെയിം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പൊ ഇത് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ വരും. ഈ ഫോഴ്സ് ഈസ് ഇത്ര, ഏരിയ ഓഫ് സ്ലാബ് ഈസ് ഇത്ര, വാട്ട് ഈസ് എ പ്രഷർ? ഒന്നുമില്ല, പ്രഷർ ഈസ് ഈക്വൽ F ബൈ ഇടുക, ഫോഴ്സ് 10 ന്യൂട്ടൺ കൊടുക്കുക, ഏരിയ 2 മീറ്റർ സ്ക്വയർ ഇട്ട് കൊടുക്കുക, 10/2 5 പാസ്കൽ എന്ന് എഴുതി വെക്കുക, പരിപാടി തീർന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ പരീക്ഷ ചോദിക്കും, ഉത്തരം കൊടുക്കണം. ഈ രീതിയിൽ ചോദ്യം ചോദിക്കാം, 3 കല്ല് സെയിം വെയിറ്റ് ആണ് 100 ന്യൂട്ടന്റെ, 3 രീതിയിൽ വെച്ചു, എവിടെയായിരിക്കും ഹൈയസ്റ്റ് പ്രഷർ ഉണ്ടാവും? നിങ്ങൾ എത്ര ആലോചിക്കേണ്ടാവുള്ളൂ? പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? P is equal to F by A. ഏരിയ എത്രത്തോളം കുറവാണോ അത്രത്തോളം പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ ഈ സർഫസിന്റെ ഏരിയ നല്ല കൂടുതലാണ്. ഇവന്റെയും സാമാന്യം ഉണ്ട്. ഏറ്റവും കുറവ് ഏരിയ ഈ സർഫസ് ഉണ്ടാക്കുന്ന ഏരിയ അല്ലേ? അപ്പൊ ഇവൻ ഉണ്ടാക്കുന്ന ഏരിയ ആണ് ഏറ്റവും കുറവ്. സോ അവനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ കൊടുക്കാൻ പോകുന്നത്. ഇവന്റെ താഴെ കിടക്കുന്ന ആ പൂഴി അല്ലെ, ആ ഒരു സാൻഡ് ആയിരിക്കും ഏറ്റവും താഴ്ന്ന് കുഴിഞ്ഞു പോകാൻ പോകുന്നത്, കാരണം പ്രഷർ കൂടിയുണ്ട്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാം. ഇങ്ങനെ ചോദിക്കാം, ഈ രണ്ട് സർഫസിൽ ആരാണ് കൂടുതൽ പ്രഷർ കൊടുക്കുന്നത്? രണ്ടുപേരുടെയും വെയിറ്റ് സെയിം ആണ്. അപ്പൊ രണ്ടുപേരും താഴെ കൊടുക്കുന്ന ഫോഴ്സ് സെയിം ആയിരിക്കും. പക്ഷെ പ്രഷർ ഫോഴ്സിനെ മാത്രമല്ല ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഏരിയ കുറവ് ഉണ്ടാക്കുന്ന ആളാണ് കൂടുതൽ പ്രഷർ കൊടുക്കുക. ഇവൻ നല്ല ഏരിയ ഉണ്ടാക്കുന്നുണ്ട്, ഇവൻ പക്ഷെ വളരെ കുറച്ച് ഏരിയ സർഫസുമായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഏരിയ കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രഷർ കൂടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, എഴുതി വെച്ചോണം. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കും, നിങ്ങൾ ഉത്തരം കൊടുത്തോണം. അടുത്ത പഠിക്കാനുള്ളത് ലിക്വിഡും പ്രഷർ കൊടുക്കും. അതുകൊണ്ടാണ് ഒരു ബോട്ടിൽ നമ്മൾ തുഴണ്ടാക്കിയ വെള്ളം പുറത്തേക്ക് തെറിച്ച് വരുന്നത്. കാരണം ലിക്വിഡിന്റെ ഉള്ളിൽ എന്താണ്? ഈ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? ഈ വെള്ളത്തിന്റെ ബോട്ടിലെ സർഫസിൽ നന്നായിട്ട് പ്രഷർ കൊടുക്കുന്നുണ്ട്. അത് ലിക്വിഡായി കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെന്ത് വിളിക്കും? ലിക്വിഡ് പ്രഷർ അഥവാ ദ്രാവക മർദ്ദം എന്ന് വിളിക്കും. പരീക്ഷയിൽ ചോദിക്കും വാട്ട് ഈസ് എ ലിക്വിഡ് പ്രഷർ. അപ്പൊ നിങ്ങൾ പറയണം നോർമൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ലിക്വിഡ് ഇസ് കോൾഡ് ത്രസ്റ്റ്. ലിക്വിഡ് 90 ഡിഗ്രി, നോർമൽ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ കൊടുക്കുന്ന ഫോഴ്സിനെ നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കും. അത് അല്ല തന്നെ നോർമൽ 90 ഡിഗ്രി കൊടുക്കുന്ന ഫോഴ്സിനെ ത്രസ്റ്റ് എന്നാണ് വിളിക്കുക. ലിക്വിഡ് കൊടുക്കുമ്പോൾ ത്രസ്റ്റ് തന്നെ വിളിക്കാം, അത്രേ പറഞ്ഞുള്ളൂ. ത്രസ്റ്റ് ദാറ്റ് ലിക്വിഡ് എക്സേർട്സ് പെർ യൂണിറ്റ് ഏരിയ. ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ലിക്വിഡ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ലിക്വിഡ് പ്രഷർ. അത്രേ കാര്യം തന്നെ മലയാളത്തിൽ എഴുതി വെച്ചുള്ളൂ. അപ്പൊ ലിക്വിഡ് പ്രഷർ എന്താണ്? ബേസിക്കലി ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ആണ്. പക്ഷെ ലിക്വിഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ ലിക്വിഡ് പ്രഷർ എന്ന് വിളിക്കുന്നു. വേറെ വ്യത്യാസമൊന്നുമില്ല, ഇക്വേഷനിൽ വ്യത്യാസമില്ല, യൂണിറ്റിൽ വ്യത്യാസമില്ല, പാസ്കൽ തന്നെയാണ് യൂണിറ്റ്, എല്ലാ കാര്യവും സെയിം ആണ്. ഈ ലിക്വിഡ് പ്രഷറിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. നമ്മളൊരു ബോട്ടിലിൽ 3 തുള ഉണ്ടാക്കിയാൽ ഏറ്റവും കൂടുതൽ വെള്ളം തെറിക്കുക ഏറ്റവും താഴത്തെ തുളയിൽ നിന്നാണ്. അതിന്റെ കാരണം എന്താണ്? കാരണം ഒരു ലിക്വിഡിൽ നമ്മൾ താഴേക്ക് പോകുമ്പോൾ പ്രഷർ കൂടുതലായിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ ഏറ്റവും താഴെയുള്ള തുളയിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ,
നടുവത്തെ തുളയിൽ കുറച്ചുകൂടി പ്രഷർ കുറവായിരിക്കും. ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും പ്രഷർ വളരെ വളരെ കുറവായിരിക്കും. അതായത് ഡെപ്തിലേക്ക് പോകുന്തോറും പ്രഷർ ലിക്വിഡിന്റെ കൂടിക്കൊണ്ടാണ് വരിക. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പഠിക്കണം. പ്രഷർ ഇൻക്രീസസ് ആസ് ഡെപ്ത് ഇൻ എ ലിക്വിഡ് ഇൻക്രീസസ്. ദ്രാവകത്തിന്റെ ആഴം കൂടുന്തോറും മർദ്ദം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തുളയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെള്ളം തെറിക്കുന്നത്. അപ്പോൾ പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രഷർ ഏറ്റവും കൂടുതലായതുകൊണ്ടാണ്. ഈ ഒരു പ്രഷർ ഡെപ്തിന് മാത്രമല്ല വേറൊരു കാര്യത്തിൽ കൂടി ഡിപ്പെൻഡ് ചെയ്യും. അത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻ വിച്ച് ലിക്വിഡ് വിൽ പ്രഷർ ബി മോർ അറ്റ് ബോട്ടം. അപ്പൊ സെയിം ഞാൻ ഹൈറ്റിൽ എടുക്കുകയാണ്, പക്ഷെ ഒരെണ്ണം വെള്ളമാണ്, ഒരെണ്ണം ഹണിയാണ്. ആരായിരിക്കും താഴ്ഭാഗത്ത് കൂടുതൽ പ്രഷർ കൊടുക്കുക? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ തേനിന് ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി കൂടിയ ആളായിരിക്കും താഴെ കൂടുതൽ പ്രഷർ കൊടുക്കുക. അപ്പൊ ആർക്കാണ് ഇവർക്ക് ഡെൻസിറ്റി കൂടുതൽ? തേനല്ലേ. അപ്പൊ ഡെൻസിറ്റി കൂടിയ ഈ തേനായിരിക്കും ആ ഒരു സർഫസിന്റെ ബോട്ടത്തിൽ കൂടുതൽ പ്രഷർ കൊടുക്കുക. അപ്പൊ ലിക്വിഡിന്റെ പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആ ലിക്വിഡിന്റെ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം ഓർത്ത് വെക്കുക. ദ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇൻഫ്ലുവൻസസ് ഇറ്റ്സ് പ്രഷർ. ഇഫ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസസ് ദ പ്രഷർ ഓൾസോ ഇൻക്രീസസ്. അവന്റെ സാന്ദ്രത കൂടിയാൽ അവൻ കൊടുക്കുന്ന മർദ്ദവും കൂടും. സാന്ദ്രത കുറഞ്ഞാൽ മർദ്ദം കുറയും. അപ്പൊ ഇത് ബേസ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ എപ്പോഴും പരീക്ഷ ചോദിക്കാറുണ്ട്. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ പറയണം ഇൻ വിച്ച് ലിക്വിഡ് വിൽ പ്രഷർ ബി മോർ അറ്റ് ബോട്ടം. വാട്ടർ എടുത്തിട്ടുണ്ട്, സോൾട്ട് വാട്ടർ എടുത്തിട്ടുണ്ട്. ആർക്കാണ് ഡെൻസിറ്റി കൂടുതൽ മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. മക്കളെ, വെള്ളം എന്ന് പറഞ്ഞാൽ വെറും വെള്ളമാണ്. ഉപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ഉപ്പും കൂടി ചേർത്തുള്ള വെള്ളമാണ്. അപ്പോൾ ഉപ്പിന്റെയും കൂടി ഡെൻസിറ്റി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഡെൻസിറ്റി ഓട്ടോമാറ്റിക്കലി കൂടുതലായിരിക്കും. ഓർത്ത് വെച്ചോ, സോൾട്ട് വാട്ടറിന് എപ്പോഴും മറ്റേ വാട്ടറിനെക്കാളും സാധാരണ വാട്ടറിനെക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, പ്രഷർ കൂടുതലായിരിക്കും. സാന്ദ്രത കൂടുതലാണെങ്കിൽ മർദ്ദം കൂടുതലായിരിക്കും. ഒന്നും ആലോചിക്കാനില്ല. പരീക്ഷയിൽ ഇങ്ങനെ ചോദിക്കാം, ഇങ്ങനെ നമ്മൾ ബബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുകളിലേക്ക് വരുമ്പോൾ ബബിളിന്റെ വലിപ്പം എന്താ കൂടി വരുന്നത്? വീണ്ടും സെയിം ഉത്തരം തന്നെയാണ്. താഴെ ബോട്ടമിൽ എന്താണ് പ്രഷർ കൂടുതലായിരിക്കും, മുകളിൽ പ്രഷർ കുറവായിരിക്കും. പ്രഷർ താഴെ ഭയങ്കര കൂടുതലായതുകൊണ്ട് ബബിളിനെ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബബിൾ ചെറുതായിരിക്കും. മുകളിൽ പ്രഷർ കുറച്ചുകൂടി കുറവായതുകൊണ്ട് അത്രയും പ്രസ്സിങ് വരില്ല. അപ്പൊ ബബിളിന്റെ വലിപ്പം കൂടുതലായിരിക്കും. അപ്പൊ ഉത്തരം വീണ്ടും ഡെപ്തിൽ പ്രഷർ കൂടുതലും സർഫസിലെ അടുത്ത് പ്രഷർ കുറവായിരിക്കും എന്നുള്ള ഉത്തരം എഴുതി വെച്ചാൽ മതി. പരീക്ഷ ചോദിക്കും എന്തുകൊണ്ടാണ് ഡാമിന്റെ താഴേക്ക് പോകുന്നതോറും ബേസ് ഇങ്ങനെ വൈഡൻ ചെയ്യുന്നത്? വീണ്ടും സെയിം, താഴെയുള്ള വെള്ളത്തിന് കൂടുതൽ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക, മുകളിലുള്ള വെള്ളത്തിന് ഈ അടുത്തേക്ക് വരുന്ന അനുസരിച്ച് പ്രഷർ കുറയും. അപ്പൊ താഴെയുള്ള വെള്ളം ഭയങ്കര ഫോഴ്സ് കൊടുക്കും, ഭയങ്കര പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് അതിന്റെ വൈഡൻഡ് ആയിട്ടുള്ള ബേസ് ഉണ്ടാക്കിയില്ലെങ്കിൽ അത് പ്രശ്നമായിരിക്കും, ഡേഞ്ചറസ് ആയിരിക്കും. അത്രയുള്ള ആൻസർ. പരീക്ഷയിൽ അടുത്ത ചോദിക്കാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും ഈ മാനോമീറ്ററിനെ പറ്റി. എന്താണ് ഈ മാനോമീറ്റർ എന്ന് ചോദിക്കും. അപ്പൊ ഇതുപോലത്തെ ഒരു സാധനമാണ് മാനോമീറ്റർ. പക്ഷെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ലിക്വിഡിന്റെ പ്രഷർ അളക്കാൻ എന്തെങ്കിലും സാധനം വേണ്ടേ? ആ അളക്കുന്ന സാധനമാണ് മാനോമീറ്റർ. അപ്പൊ എഴുതി വെക്കണം, ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ലിക്വിഡ് പ്രഷർ ഈസ് കോൾഡ് മാനോമീറ്റർ. ദ്രാവക മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി. ഓർത്ത് വെക്കണം, മാനോമീറ്റർ അഥവാ മർദ്ദമാപിനി. ഗ്യാസും പ്രഷർ കൊടുക്കും. സോളിഡ്സ് മാത്രമല്ല, ലിക്വിഡ് മാത്രമല്ല, ഗ്യാസുകൾക്കും പ്രഷർ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ബലൂണിന്റെ ഉള്ളിലേക്ക് ഫൂന്ന് ഊതുമ്പോൾ ബലൂൺ വീർത്ത് വരുന്നത്. അപ്പൊ ഗ്യാസ് പ്രഷർ എന്താ? ഗ്യാസ് കൊടുക്കുന്ന പ്രഷർ. ദി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഗ്യാസ് നോർമലി ഓൺ എ യൂണിറ്റ് ഏരിയ. ബേസിക്കലി ഫോഴ്സ് എക്സേർട്ടഡ് നോർമലി ത്രസ്റ്റ്. അപ്പൊ ത്രസ്റ്റ് ഓൺ എ യൂണിറ്റ് ഏരിയ ഈസ് ഗ്യാസ് പ്രഷർ. ഗ്യാസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ബേസിക്കലി ഗ്യാസ് പ്രഷർ. ഇക്വേഷനിൽ വ്യത്യാസം വരുമോ? ഒന്നുമില്ല. ഇക്വേഷൻ വീണ്ടും ത്രസ്റ്റ് പെർ ഏരിയ. യൂണിറ്റിൽ വ്യത്യാസം വരുമോ? ഇല്ല. അത് പാസ്കൽ അഥവാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ്. ആകെ ഗ്യാസ് ആണ് കൊടുക്കുന്നത്. ഈ ഗ്യാസ് പ്രഷർ കൊടുക്കുന്നതിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ബലൂണിൽ കുറച്ച് എയർ മോളിക്യൂൾസ് ഉള്ളുവെങ്കിൽ അത് കുറച്ച് പ്രഷറൊക്കെ ഉണ്ടാവും ഉള്ളിൽ. നമ്മൾ ഉഫ് എന്ന് പറഞ്ഞ ഊതുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എയർ മോളിക്യൂൾസിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ എയർ മോളിക്യൂൾസിന്റെ നമ്പർ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രഷർ കുറയാണോ ചെയ്യുക, കൂടുകയാണ് ചെയ്യുക? പ്രഷർ കൂടുകയാണ്. അതുകൊണ്ടാണ് ഇത് വീർക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നതനുസരിച്ച് പ്രഷർ കൂടും എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ഗ്യാസ് പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ആസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ് ഗ്യാസ് പ്രഷർ ഓൾസോ ഇൻക്രീസസ്. വാതകമർദ്ദം കണികളുടെ എണ്ണത്തെ ആശ്രയിക്കുന്നുണ്ട്. കണികളുടെ എണ്ണം കൂടുമ്പോൾ വാതകമർദ്ദവും കൂടുന്നു. സിമ്പിൾ കോമൺ സെൻസ് ലോജിക് ആണ്. ഈ ഗ്യാസ് പ്രഷർ വേറെ രണ്ടാൾക്കാരും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വോളിയവും അതുപോലെ ടെമ്പറേച്ചറും. വോളിയത്തെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുക? ഇത്രേ ഉള്ളൂ. വോളിയം കുറവുള്ള ഞാനൊരു വെസലിൽ കുറച്ച് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഈ വോളിയം കുറവാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, വളരെ കുറച്ച് ഏരിയ ഇവന് കിട്ടുള്ളൂ. ഏരിയ കുറവാണെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കുക, വോളിയം കുറവാണെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും. കാരണം കുറച്ച് വോളിയം കിട്ടുന്നുള്ളൂ, കുറച്ച് ഏരിയ കിട്ടുന്നുള്ളൂ. അപ്പോൾ പ്രഷർ ഭയങ്കര പ്രഷറായിരിക്കും കൊടുക്കുക. എന്നാൽ നമ്മൾ അതേ ഗ്യാസിന്റെ ഇതിനെ പിസ്റ്റണിനെ ഒന്ന് മുകളിലേക്ക് ആക്കി, ഇതാണ് പിസ്റ്റൺ ഒന്ന് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ അവന്റെ വോളിയം കൂടും. വോളിയം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൂടുതൽ ഏരിയ കിട്ടുന്നുണ്ട്. ഏരിയ കൂടിയാൽ പ്രഷർ കുറയുകയാണ് ചെയ്യുക. ഏരിയ കുറഞ്ഞാലാണ് പ്രഷർ കൂടുക. ഏരിയ കൂട്ടിയാൽ, പരപ്പളവ് കൂടിയാൽ പ്രഷർ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ വീണ്ടും സെയിം ലോജിക്കിൽ വോളിയം കൂടിയാലും പ്രഷർ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തുക്കണം. ഗ്യാസ് പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ വോളിയം. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം, അഥവാ വിപരീത അനുപാതത്തിലാണെന്ന് പറയാം. ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടുന്നു, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു. ആ രീതിയിലായിരിക്കും ഉണ്ടാവുക.
ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഒരു ബലൂൺ എടുക്കുക, ലൈറ്റർ വെച്ചിട്ട് കത്തിക്കുക, ബലൂൺ പൊട്ടും. കാരണം എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഉള്ളിലുള്ള ഗ്യാസിന്റെ പ്രഷർ കൂടും, പ്രഷർ കൂടി പൊട്ടി അങ്ങോട്ട് തെറിച്ചു വരും. അത്രയുള്ള സംഗതി. ഗ്യാസ് പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. താപനില വാതകങ്ങളുടെ മർദ്ദത്തെ സ്വാധീനിക്കുന്നത്. എങ്ങനെയാണ് സ്വാധീനിക്കുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കൂടും, അതുകൊണ്ടാണ് ബലൂൺ പൊട്ടുന്നത്. സിമ്പിൾ ആണ്. ഇത് വെച്ചിട്ട് പരീക്ഷ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. വെൻ വി കുക്ക് ഫുഡ് ഇൻ എ പ്രഷർ കുക്കർ ദ പ്രഷർ ഇൻസൈഡ് ഡാഷ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. പ്രഷർ കുക്കറിന്റെ ഉള്ളിൽ കുക്ക് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ പ്രഷർ കൂടും. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ. അത്രയുള്ള സംഗതി. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗ്യാസ് പ്രഷറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാ ഡയറക്ഷനിലും ഒരേപോലെ ആയിരിക്കും പ്രഷർ കൊടുക്കുക. ഗ്യാസ് പ്രഷർ ഇസ് എക്സേർട്ടഡ് ഇൻ ഓൾ ഡയറക്ഷൻ സിമിലർ ടു ദാറ്റ് ഓഫ് ലിക്വിഡ്സ്. ലിക്വിഡ്സ് ആയിക്കോട്ടെ അതുപോലെ ഗ്യാസും ആയിക്കോട്ടെ എല്ലാ സൈഡിലേക്കും പ്രഷർ കൊടുക്കും. സോളിഡ്സ് അങ്ങനെയല്ല. ഒരു ചുറ്റി വെച്ച് നമ്മളിങ്ങനെ അടിച്ചാൽ താഴേക്കായിരിക്കും മെയിൻലി പ്രഷർ ഉണ്ടാവും. പക്ഷേ ലിക്വിഡ്സും ഗ്യാസും എല്ലാ ഡയറക്ഷനിലേക്ക് കൊടുത്തുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്? അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയർ എന്നോ ഗ്യാസ് അല്ലേ? അല്ലെ എയർ അല്ലേ? എയർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് തന്നെയല്ലേ? അപ്പൊ അവര് ഒരു പ്രഷർ കൊടുക്കുന്നതാണല്ലേ നമ്മുടെ എർത്തിന്റെ സർഫസിൽ, നമ്മുടെ തലമണ്ടയിലൊക്കെ. യെസ്, അതിനെ നമ്മൾ എന്താ വിളിക്കുക? വി കോൾ ഇറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് എയർ എക്സേർട്സ് പ്രഷർ ഓൺ ഒബ്ജക്ട്സ്. അതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുക, അഥവാ അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ വായു വസ്തുക്കളിൽ മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്, അതാണ് അന്തരീക്ഷ മർദ്ദം. ഇനി അന്തരീക്ഷ മർദ്ദത്തിന് നമുക്ക് ഒഫീഷ്യൽ ഡെഫിനിഷൻ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എയർ എടുക്കുക, എയറിന്റെ ഒരു വലിയ കോളം എടുക്കുക. കോളം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എയറിന്റെ ഒരു വലിയൊരു ഇങ്ങനത്തെ ഒരു സിലിണ്ടർ പോലെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. എയർ ആണ് കേട്ടോ, പക്ഷേ സിലിണ്ടർ അല്ല, എയറിന്റെ ഒരു സിലിണ്ടർ പോലെ ഇമാജിൻ ചെയ്യുക. അതിന്റെ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ആ ഒരു എയർ കോളത്തിന് ഒരു വെയിറ്റ് ഉണ്ടാവില്ലേ? വെയിറ്റ് ഉണ്ടാവില്ലേ? കുറവായിരിക്കും, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ടാവില്ല. ആ വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റ് ആണ് ബേസിക്കലി അവന്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ദ വെയിറ്റ് ഓഫ് എയർ കോളം പെർ യൂണിറ്റ് ഏരിയ, 1 യൂണിറ്റ് ഏരിയ ആണ്, പെർ യൂണിറ്റ് ഏരിയ ഓൺ ദ എർത്ത് സർഫസ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദ യൂണിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ബാർ. അപ്പോൾ പ്രഷറിന്റെ SI യൂണിറ്റ് പാസ്കൽ ആണെങ്കിലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ ബാർ എന്ന് പറഞ്ഞ മറ്റൊരു യൂണിറ്റിലാണെന്നുള്ള ഓർത്തുക. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായു രൂപത്തിന്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ബാർ ആണ്. ഓക്കെ, ഈ അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മുകളിലേക്ക് പോകും തോറും, നമ്മൾ ഒരു മലയുടെ മുകളിലേക്ക് പോകും തോറും പ്രഷർ കുറയുകയാണ് ചെയ്യുക. കോമൺ സെൻസ് ആണ് വീണ്ടും. കാരണം മുകളിലേക്ക് പോകും തോറും ആക്ച്വലി ഓക്സിജന്റെയും ബാക്കിയുള്ള എയറിന്റെ ഒക്കെ മോളിക്യൂൾസിന്റെ എണ്ണം കുറയും. അപ്പോൾ എണ്ണം കുറഞ്ഞ ഓട്ടോമാറ്റിക്കലി അവർ കൊടുക്കുന്ന പ്രഷർ കുറവായിരിക്കും. താഴെ സീ ലെവലിലായിരിക്കും മാക്സിമം പ്രഷർ ഉണ്ടാവുന്ന കാര്യം ഓർത്തുക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് ഈ സീ ലെവലിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിനൊരു സ്പെസിഫിക് പേരുണ്ട്. ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവൽ ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ സീ ലെവലിലെ അറ്റ്മോസ്ഫിയർ പ്രഷറിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് വിളിക്കുക. അതിന്റെ ഡെഫിനിഷനും നിങ്ങൾ പഠിക്കണം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി വെയിറ്റ് ഓഫ് മെർക്കുറി കോളം ദാറ്റ് ഈസ് 0.76 മീറ്റർ ഹൈ വിത്ത് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. എന്താ സംഭവം? എടോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മെർക്കുറി എന്ന് പറഞ്ഞാൽ ലിക്വിഡ് കിട്ടും കടയിൽ പോയിട്ട്, അത് വാങ്ങാം. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, വാങ്ങരുത്. ഞാൻ പറയാണ്, എക്സാമ്പിൾ പറയാണ്. ആ മെർക്കുറി വാങ്ങിച്ചിട്ട് 0.76 മീറ്റർ അഥവാ 760 മില്ലിമീറ്റർ നിങ്ങൾ ഹൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ഏരിയയും കൂടിയാണ്. അങ്ങനെയാണ് ഇവനൊരു വെയിറ്റ് കൊടുക്കുന്നുണ്ടാവില്ലേ? ആ വെയിറ്റ് ആണ്, ആ മെർക്കുറി കോളത്തിന്റെ വെയിറ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുക. അതിന്റെ വാല്യൂ 1 ATM ആണ്. ATM എന്ന് പറഞ്ഞാലും പ്രഷറിന്റെ മറ്റൊരു യൂണിറ്റ് ആണ്. അപ്പോൾ ബാർ ഉണ്ട്, ATM ഉണ്ട്, പാസ്കലുണ്ട്. ATM എന്ന് പറഞ്ഞാൽ ബേസിക്കലി സീ ലെവലിലുള്ള പ്രഷർ. ദി ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ബാരോമീറ്റർ. പരീക്ഷയിൽ ചോദിക്കും, ലിക്വിഡിന്റെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ മാനോമീറ്റർ ആണ് ഉപയോഗിക്കുക, എന്നാൽ അറ്റ്മോസ്ഫിയറിന്റെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ബാരോമീറ്റർ ആണ് ഉപയോഗിക്കുക. സിമ്പിൾ ആണ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുക ബാറിലല്ലേ, അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാരോമീറ്റർ ആണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ ഒറ്റ കാര്യം കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ, വിച്ച് ഇസ് പ്രഷർ ബാലൻസ്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു മെഴുകുതിരി, കുറച്ച് വെള്ളം എടുത്തു വെക്കുക, ഒരു കപ്പ് വെച്ച് അങ്ങോട്ട് മൂടുക. കപ്പ് വെച്ച് മൂടുമ്പോഴത്തേക്ക് ഈ എന്താണ് മെഴുകുതിരി കെട്ടുപോകും. അതിന്റെ കാരണം എന്താണ്? ബേസിക്കലി ഓക്സിജൻ ഒക്കെ തീരും. അപ്പോൾ ഓക്സിജൻ തീർന്നാൽ പിന്നെ കത്തിക്കൊണ്ടിരിക്കില്ല. അങ്ങനെ കെട്ടുപോകുന്ന അതേ നിമിഷം തന്നെ തൊട്ട് പിന്നാലെ തന്നെ എന്ത് ചെയ്യും? ഈ വെള്ളത്തിന്റെ ലെവൽ മുകളിലേക്ക് ഇങ്ങനെ കയറി വരും, പുറത്തുള്ള വെള്ളം ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരും. അതിന് കാരണം എന്തായാലും പരീക്ഷയിൽ ചോദിക്കും. വളരെ സിമ്പിളാണ്, ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇവിടെ മെഴുകുതിരി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണ്. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഉള്ളിലുള്ള ഗ്യാസിന്റെ പ്രഷർ കൂടുതലായിരിക്കും. നമ്മൾ പഠിച്ചിട്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസ് പ്രഷർ കൂടുന്നതായിരിക്കും. പെട്ടെന്ന് ഇത് കെട്ടുപോകുന്ന സമയത്ത് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യും. ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്താൽ ചുറ്റുമുള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെ പ്രഷറും ഡ്രോപ്പ് ചെയ്യും. അതായത് ഉള്ളിലത്തെ പ്രഷർ മാത്രം ഡ്രോപ്പ് ചെയ്തു, പുറത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാൽ ഡ്രോപ്പ് ഒന്നും ചെയ്തില്ല. അറ്റ്മോസ്ഫിയർ പ്രഷർ നേരത്തെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഉള്ളിലത്തെ പ്രഷർ കുറവും പുറത്തെ പ്രഷർ കൂടുതലാണെങ്കിൽ ആ പുറത്തെ കൂടുതലുള്ള പ്രഷർ ഉള്ളിലേക്ക് വെള്ളത്തിനെ കയറ്റി വിടും. ഇതിനെയാണ് നമ്മൾ പ്രഷർ ബാലൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് വേസ്റ്റ് ആയിട്ട് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിനെ മനസ്സിലാക്കി വെച്ചാൽ പരീക്ഷയിൽ എന്ത് ചോദ്യം എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ഉത്തരം പറയും. ആകെ നിങ്ങൾ ചെയ്യാൻ ബാക്കിയുള്ളത്
എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടിയാണെങ്കിൽ ആ ബാച്ചിൽ തരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാം. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയിൽ ഈ ചാപ്റ്ററിന് A+ കിട്ടില്ല, കാരണം നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആയിരിക്കും. ഓക്കെ, ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണ് തീർച്ചയായും ജോയിൻ ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുക. കാരണം ഓരോ ചാപ്റ്ററും വളരെ നേരത്തെ തന്നെ എല്ലാ ദിവസവും ഡെയിലി ലൈവ് ക്ലാസ്സിൽ, അത് സയൻസ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സ് ഇൻക്ലൂഡിംഗ് ലാംഗ്വേജ്, സോഷ്യൽ സയൻസിൻ്റെ ഒക്കെ ഡെയിലി ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നേരത്തെ തന്നെ പഠിച്ച് തീർക്കുകയും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരീക്ഷയിലൊക്കെ A+ ഫുൾ മാർക്ക് ലെവലൊക്കെ വാങ്ങണമെങ്കിൽ ജോയിൻ ചെയ്യാത്തവരാണ് തീർച്ചയായും ജോയിൻ ചെയ്യുക. ദിസ് ഇസ് ദി ബെസ്റ്റ് ടൈം ടു ജോയിൻ. ഓൾസോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ സാർ ഇഷ്ടമായി എന്ന് പറയാൻ ഒരു മടിയും കാണിക്കേണ്ട. ഏത് ചാപ്റ്ററാണ് നെക്സ്റ്റ് വേണ്ടതെന്നുള്ള ആരും കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.